മകിഴ് തിരുമേനി ഡയറക്ഷനും തിരക്കഥയും നൽകിയിട്ടുള്ള നമ്മുടെ വിടാമൂർച്ചയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിലെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തി തരും. അപ്പോൾ ഈ ഒരു മൂവി എല്ലാവർക്കും അറിയാം, ജോനാഥൻ ഓൾറെഡി നമുക്ക് ഉള്ള, അതായത് ബ്രേക്ക് ഡൗൺ എന്ന മൂവിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഇറക്കിയിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ ഫുൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇറക്കിയിട്ടുള്ള മൂവിയാണ് ഈ ഒരു വിടാമുയർച്ചി എന്നുള്ള മൂവിയും കാര്യങ്ങളൊക്കെ. അജിത്ത്, തൃഷ, അർജുൻ സർജ, റെജീന, ആരവ്, ഇങ്ങനെയാണ് മെയിൻ കഥാപാത്രങ്ങൾ. ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല, കാരണം കുറച്ച് അസർബൈജാനിലുള്ള കഥ, അവിടെയുള്ള കുറേ ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറച്ച് നമ്മുടെ തമിഴ് താരങ്ങളൊക്കെ മാത്രമുള്ള ഒരു സിനിമ. പക്ഷേ ആ ഒരു സിനിമയുടെ മെയിനായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ആദ്യം പറയാം. മെയിനായിട്ടുള്ള ആ സിനിമയുടെ പോസിറ്റീവ്, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആ മെയിനായിട്ടുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് ആ മൂവിയുടെ BGM ആണ്. എൻ്റർ ത്രൂ ഔട്ടിൽ ആ BGM, ഓരോ സിറ്റുവേഷനിൽ അനിരുദ്ധ് കൊടുത്തിട്ടുള്ള ആ BGM, അത് വൺ ഓഫ് ദി പ്ലസ് പോയിൻ്റ് ആണ്. കാരണം നമുക്ക് ആ ഒരു ഫീലും കാര്യങ്ങളും, ഓരോ സ്ഥലത്ത് ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ, ഒരു കംബാക്ക് എല്ലാം ചെയ്യും. ഇതിൽ പ്രത്യേകിച്ച് ഒരു സസ്പെൻസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഓൾറെഡി ആ ഒരു മൂവി കണ്ടവർക്ക് അറിയാം, അല്ലെങ്കിൽ അത് എന്ത് ബേസ് ചെയ്തിട്ടുള്ള കഥയാണെന്ന് അറിയാം. ആ ഒരു പേര് തന്നെ ഉണ്ട്, വിടാമുയർച്ചി. അതായത് നമുക്ക് പെർസിസ്റ്റൻസ്, അത് തിരിച്ച് എന്തൊക്കെ ചെയ്താലും ഞാൻ നേടിയെടുക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷനും അല്ലെങ്കിൽ ഒരു ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സസ്പെൻസും കാര്യങ്ങളൊന്നും നമുക്കവിടെ പ്രത്യേകിച്ച് കാണാൻ സാധിക്കില്ല. പക്ഷേ ആ എടുത്തിരിക്കുന്ന അതിൽ അജിത്ത്, അർജുൻ സർജ, ഇവരുടെയൊക്കെ ഒരു അഭിനയം, ദാറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എന്ന് പറയാം. പിന്നെ ഓം പ്രകാശിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതും ഞാൻ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഓരോ ഷോട്ട് ഉണ്ടോ, അതിലൊരു കാറിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ആ ടോപ്പ് ആംഗിളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫി ഉണ്ടല്ലോ, ദാറ്റ്സ് ഓസം. പിന്നെ ആ മരുഭൂമി കൂടെ കാണിച്ചേക്കണത് എല്ലാം, ഇല്ല ഓരോ സീനുകളായിട്ട് പറയുന്നില്ല, എല്ലാം. അപ്പോൾ സിനിമാറ്റോഗ്രാഫിയും BGM, അതായത് ഓവറോൾ മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി എന്നീ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്ലസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പ്ലസ് അജിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ രണ്ട് ഇതിലായിട്ട് നമ്മൾ ഓൾറെഡി ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് അജിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അത് സിനിമയിൽ കാണിച്ചിരുന്ന പ്രസൻസ് ഒരു മൂന്ന് കാലഘട്ടം പോലെ, അല്ലെങ്കിൽ 3 ഇയേഴ്സ് പോലെ കാണിക്കുന്ന ടൈമിൽ അജിത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല ലൈവായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു ലൈവ്ലി മൊമെൻ്റൊക്കെ കിട്ടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അങ്ങനെ ഒരു കാര്യം. തൃഷയുടെ കാര്യങ്ങൾ ചെറിയ സീനുകളാണ്. തൃഷയ്ക്ക് ഇതിൽ വലിയൊരു റോളില്ലെങ്കിൽ പോലും തൃഷ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ സർജയും പിന്നെ റെജിനയും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. രണ്ട് നല്ല എക്സ്ട്രാ ഓർഡിനറി ഒരു ക്യാരക്ടർ, ആ ഒരു സിനിമയുടെ ആ ഡെപ്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് റെജിനയുടെയും അർജുൻ സർജയുടെയും ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ അതിൽ ആരവും നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നല്ല എന്താ പറയുക, ഒരു സൈക്കിക്, അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ലെവലിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു ബേസ്ഡ് ഓൺ ഓൾറെഡി നമ്മൾ കണ്ട ഒരു മൂവിയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതേ വേവ് ലെങ്ത്തിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ കിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരു തമിഴ് സിനിമ, അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഈ ഒരു ഹോളിവുഡ് സ്റ്റൈലിലൊരു പടം, അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് മൊമെൻറ്റിൽ ഇതിലെന്താ പറയുക, ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്ര ലവ് സോങ് അങ്ങനെയുള്ള കാര്യത്തിനുള്ള അല്ല പോണത്. സംഭവം എന്താണോ അത് ഭയങ്കര ക്രിസ്പായിട്ട് നന്നായിട്ട് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത് സ്ക്രീനിലുണ്ടായിരുന്നത്, ഇപ്പം ഞാൻ തമിഴ്നാട്ടിലാണ് കണ്ട്, അതിൽ സ്ക്രീനിലുണ്ടായിരുന്നത് മാക്സിമം തമിഴ് ഇതായിരുന്നു. എനിക്കറിയില്ല കേരളത്തിൽ സബ് ടൈറ്റിൽ തമിഴാണോ മലയാളമാണോ എന്നറിയില്ല, പക്ഷെ അത് ഭയങ്കരമായിട്ടൊരു ഡ്രോബാക്കായിട്ട് തോന്നി. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൊടുത്താൽ ഇനിയും കുറച്ചുകൂടി നന്നായിരുന്നു. കാരണം ഏത് ലാംഗ്വേജിലുള്ള ആൾ വേണമെങ്കിലും ഇപ്പോൾ ഒരു സിനിമ കാണാം. അപ്പോൾ സബ് ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഇനിയും കുറച്ചുകൂടി, കാരണം ഒരു 20% അല്ല, മോസ്റ്റ്ലി ഒരു 30-40% അസർബൈജാനിലെ ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ലാംഗ്വേജ് ബാരിയർ ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്തു. അതിൽ കുറച്ച് കട്ടായി പോണ പോലെ നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ അതൊന്നും സിനിമയുടെ ഒരു പൾസിനും കാര്യങ്ങൾക്കൊന്നും ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, അതൊരു നെഗറ്റീവാണ്, ഒരു മെയിൻ നെഗറ്റീവാണ് എന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ യൂഷ്വലായിട്ടുള്ള പോലെ എന്താ പറയുക, ഒരു കൊമേർഷ്യൽ മൂവിയല്ല ഇതൊരു, നല്ലൊരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ത്രില്ലർ, ആ ഒരു ജേണറിലൊക്കെ വരുന്നൊരു മൂവി ആയിട്ട് വേണം കണക്കാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു കൊമേർഷ്യൽ മൂവി ആയിട്ടോ എല്ലാ ഓഡിയൻസിനും മേ ബി ഇതൊരു സാറ്റിസ്ഫൈഡ് ആവണ ഒരു മൂവി ആയിരിക്കില്ല. കാരണം
അത്രയധികം ഒരു കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു നോർമലായിട്ട് ഒരു തമിഴ് സിനിമയിൽ കിട്ടുന്ന ഒരു പൾസും കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ കിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ പൾസ് അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് മൂവിയുടെ മേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ആ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും. അജിത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നോർമലായിട്ടൊരു സൗത്ത് ഇന്ത്യൻ നടൻ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചായിരുന്നെങ്കിൽ ഇത്ര പെർഫെക്റ്റായിട്ട്, അല്ലെങ്കിൽ ഇത്ര ഒരു നമുക്ക് ആ ഒരു ക്യാരക്ടറൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറായിട്ട് മാറാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും. കാരണം അജിത്തിൻ്റെ ആ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ ഒരു അജിത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്തൊരു വേ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്. പിന്നെ കുറച്ച് നമുക്ക് ആ ഒരു സിമിലറായിട്ട് തോന്നുന്ന രീതിയിലൊക്കെയാണ് അജിത്തിൻ്റെ കാര്യങ്ങൾ, മേക്ക് ഓവറും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ടോട്ടലി നന്നായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിട്ട് പോണ പോലെ തോന്നിയെങ്കിലും, പക്ഷേ സ്ലോ അല്ല, ക്യാരക്ടർ ബിൽഡിങ്, ആ സ്റ്റോറി ബിൽഡിങ്ങുകൾ പോകുമ്പോൾ. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് മുതൽ കഥ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നിന്നാണ് ആ ഒരു സ്റ്റോറി പമ്പ് ചെയ്തെടുത്ത് വന്ന് ഒരു എന്താ പറയുക, ഒരു മെയിനായിട്ടുള്ള ഒരു ത്രില്ലർ മൊമെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും പടത്തിൻ്റെ പേസ് അങ്ങ് കൂടി, അജിത്ത് ഒരു വേറെ ലെവലിലേക്ക് വന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലൊരു രീതിയിൽ ആ ഒരു മൂവി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് എന്തായാലും നന്നായിട്ട് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ ഈ ഒരു മൂവിക്ക് എന്തായാലും 4 ഔട്ട് ഓഫ് 5 കൊടുക്കുന്നതാണ്. എനിക്ക് അത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അജിത് ഫാൻ ആയതുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഒരു അജിത് ഫാനല്ല, പക്ഷേ അജിത്ത് നന്നായിട്ട് ചെയ്യും, അജിത്തിൻ്റെ പടങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അജിത്തിൻ്റെ പടമായതുകൊണ്ട് പറയുമല്ലോ, ഒരുപാട് നമ്മൾ മൂവി മോശമായിട്ടുള്ള മൂവി വന്നപ്പോഴും അതേപോലെ തന്നെ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അജിത്ത് മൂവിക്കുള്ള റിവ്യൂ എന്നല്ല, ഇതൊരു ആ ഒരു മനുഷ്യൻ അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പടത്തിൽ നമ്മുടെ മകിഴ് തിരുമേനി കൊടുത്തിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പൾസും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അത് റെസ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു മൂവി നല്ലതായിട്ട് തിയേറ്റർ വാച്ചബിൾ, നല്ല BGM ആണ്. അത് ഒരു രക്ഷയില്ല കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, ആ BGM അങ്ങ് മുഴുകിപ്പോവും. ആ ഒരു രീതിയിലുള്ള BGM കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് BGM ഒക്കെ ഓൾറെഡി മുമ്പിൽ അറിയെങ്കിൽ പോലും ആ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ആ ഒരു സീനിലൊക്കെ ആ BGMൻ്റെ ഒരു എന്താ പറയുക, ഒരു വേവ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ്. അപ്പോൾ അതൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമുള്ള സാധനമാണ്. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം വീക്ക് ഡേയ്സിൽ തന്നെ കണ്ട് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മൂവി കാണാൻ വെയിറ്റ് ചെയ്യാമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം മൂവി റിലേറ്റഡും OTT റിലേറ്റഡും അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മൂവി റിലേറ്റഡ് കാറ്റഗറിയിൽ നമ്മൾ വീഡിയോയും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് കയറിയിട്ട് എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സൈനിങ് ഓഫ്.